ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കുന്നത് വൈകുന്നേരത്തെ ഒരു സ്നാക്ക്, പഴം വെച്ചിട്ടുള്ള ഒരു സ്നാക്ക്, നല്ല രസമുള്ള സ്നാക്കാണ്. ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണ്ട. ആദ്യം നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കുക, അതിലേക്ക് പഞ്ചസാര, നമുക്ക് എത്രയും മധുരം വേണം. അത്തിരി മധുരം ഇട്ടുള്ളൂ കേട്ടോ, മധുരം പറ്റാത്തവർക്ക് എത്തിരി മധുരം ഇടാം കേട്ടോ. മധുരം ഇട്ടിട്ട് നമ്മൾ പഞ്ചസാര ഇട്ട് കാരമൽ ചെയ്യുക. കാരമൽ ചെയ്തതിന് ശേഷം ഈ നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് ഇളകൾ ആക്കിയതിന് ശേഷം അതിങ്ങനെ വെച്ചെടുക്കുക, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഈ ഇതിലിടുമ്പോൾ അധികം വെന്തിട്ടില്ല, അപ്പോൾ ഇങ്ങനെ ചെയ്താലേ വെന്തിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം കാരമൽസിൽ ചെയ്ത് വെക്കണത്. നെയ്യ് ഒഴിക്കുക, ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടിട്ട് അതിന് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ദോശകൾക്കുള്ള പിന്നെ അതിലേക്ക് ലേശം ഉള്ളി, ചെറുള്ളി, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇട്ടൊന്ന് വറുത്തെടുക്കുക. അതിൻ്റെ കൂടുതൽ ഒരു പിടി തേങ്ങ ഇട്ട് കൊടുക്കുക, ഒരു പിടി തേങ്ങ. എന്നേരം നല്ല ടേസ്റ്റാണ്. ഈ ദോശകൾക്ക് വെച്ചെടുക്കാനുള്ളതാണ്. എന്നാൽ ഒന്നൊന്നും ചെറുതാക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്കും പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എത്ര പഞ്ചസാര വേണം, ആ പഞ്ചസാരൻ്റെ അളവ് ഞാൻ പറയാത്ത, ഞങ്ങൾക്ക് പഞ്ചസാര അധികം വയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് പഞ്ചസാര എത്ര വേണ്ടി ചേർത്ത്. എന്നിട്ടൊരു മുട്ടയും ഒരു 250 ml ഗ്ലാസ്സിന് മൈദപ്പൊടി എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത്. നിങ്ങൾക്ക് എത്ര മൈദപ്പൊടി എടുക്കണം വെച്ചാൽ അത്രയും എടുക്കട്ടോ. എന്നതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വെക്കുക. എന്നതിന് ശേഷം ദോശ പോലെ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ ഈ പഴവും പിന്നെ ഈ തേങ്ങ ഉണ്ടല്ലോ ഉണ്ടാക്കിയ അതുകൂടെ വെച്ചിട്ട് മടക്കുക. നന്നായിട്ട് പോക്കറ്റ് പോലെ മടക്കി വെക്കുക. മടക്കി വെച്ചിട്ട് പിന്നെ നമ്മൾ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടാകണ്ട, അങ്ങനെ പഴം വെച്ചിട്ട് മടക്കുക, പോക്കറ്റ് മാതിരി. അതിന് ശേഷം മടക്കിയിട്ട് നല്ല രസമാണ് വൈകുന്നേരത്തെ ചായക്ക് തിന്നാൻ. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ അതിലേറെ ടേസ്റ്റാണ്. ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തേങ്ങയും പഴം മാത്രം മതി, എന്നാലും ടേസ്റ്റാണ്. ഇത്തിരി ഏലക്കായ്പ്പൊടി ഇട്ട് കൊടുക്കണ്ടേ, തേങ്ങ ഇതാക്കുന്ന സമയത്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. എന്നതിന് ശേഷം പിന്നെ നന്നായിട്ട് ചട്ടിയിൽ വെക്കുക, നെയ്യ് ഒഴിക്കുക, എന്നിട്ട് ഒന്ന് ചൂടാക്കി ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത് സുലൈമാനിക്കും ചായക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്സ്, കുടുംബക്കാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യും. ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗിൽ വേറെ വെറൈറ്റി ആയിട്ട് വരട്ടെ. നല്ല രസമുള്ള സ്നാക്കാണ് കേട്ടോ, ഉണ്ടാക്കി നോക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്.